പത്തനംതിട്ട ജില്ലയിലെ സർക്കാർ ആശുപത്രികളുടെ മുഖച്ഛായ മാറുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മാത്രം 46 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ സർക്കാർ ആശുപത്രികളുടെ വികസന പ്രവർത്തനങ്ങൾ അതിവേഗമാണ് മുന്നോട്ടു പോകുന്നത്. കിഫ്ബിയിൽ നിന്നുൾപ്പെടെയുള്ള ഫണ്ട് വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയൊക്കെ ഉൾപ്പെടെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ആശുപത്രികളും അടൂർ ആശുപത്രി നിർമ്മാണം നടക്കുകയാണ് കിഫ്ബിയിലൂടെ. അപ്പോൾ എല്ലാ ആശുപത്രി കോന്നിയിൽ സ്ഥലമേറ്റെടുക്കലിൻ്റെ ആ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ടെൻഡർ ചെയ്ത് നിർമ്മാണം ആരംഭിക്കുകയാണ്. കോന്നിയിൽ നിർമ്മാണം നടക്കുന്നു. അങ്ങനെ എല്ലാ തിരുവല്ലയിൽ മല്ലപ്പള്ളിയിൽ കിഫ്ബിയിലൂടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പം വലിയൊരു മാറ്റം ആരോഗ്യമേഖലയിൽ ഈ കാലം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മാത്രം 46 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നമുക്ക് ഏതാണ്ട് 46 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്. അതിൽ OP ബ്ലോക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഇപ്പുറത്ത് കാഷ്വാലിറ്റി ഉൾപ്പെടെ എമർജൻസി മെഡിസിൻ ഉൾപ്പെടെയുള്ള ഒരു വലിയ ബ്ലോക്കുണ്ട്. വാസ്തവത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന അടിസ്ഥാന സൗകര്യ വികസനമാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൂടാതെ കാത്ത് ലാബിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഫേസ് ഡെവലപ്മെന്റിന് വേണ്ടി 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ശബരിമല ബേസ് ആശുപത്രിയായി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ജനറൽ ആശുപത്രിയെ മികച്ച സൗകര്യങ്ങളോടുകൂടിയുള്ള ആശുപത്രിയാക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.